പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ, ഞാൻ ഗോൾഡൻ അബ്ദുൽ റഹ്മാൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം. കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യ മാധ്യമത്തിൽ ഒരു വാർത്ത വരികയുണ്ടായി. അസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ ബോർഡ് പ്രസിഡന്റ് പരിഗണനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ആ വാർത്ത അതൊരു മാധ്യമ സൃഷ്ടി മാത്രമാണ്. പത്രമാധ്യമത്തിൽ അവർക്ക് അങ്ങനെ ഒരു കുറച്ച് സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്, അത് മാധ്യമ സൃഷ്ടിയാണ്. പക്ഷേ മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് ശാഖാ തലങ്ങളിൽ, വാർഡ് തലങ്ങളിലുള്ള കൺവെൻഷൻ പോലും ആരംഭിച്ചിട്ടില്ല. കൺവെൻഷൻ ആരംഭിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ സ്ഥാനാർത്ഥി നിർണയിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ സർക്കുലർ പ്രകാരം വാർഡിൽ കൺവെൻഷൻ വിളിച്ച് അവിടുത്തെ ആളുകളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് അവിടുന്ന് ആളുകൾ ഒന്നിൽ കൂടുതൽ പേരുകൾ വരുന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്തും മണ്ഡലവും ജില്ലയും സ്റ്റേറ്റും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ വന്നത് മംഗൽപാടി പഞ്ചായത്തിലെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി ചർച്ച പോലും തുടക്കം കുറിക്കാതെയാണ് പത്രമാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നിട്ടുള്ളത്. തികച്ചും പാർട്ടിയുടെ പരിഗണനയിലുള്ള വിഷയമൊന്നല്ല, അവരുടെ ഭാവനയിലുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് കൃത്യമായ നേതൃത്വം, ശാഖ, വാർഡ് മുതൽ പഞ്ചായത്ത്, മണ്ഡലം, സ്റ്റേറ്റ്, ജില്ല ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിന്റെ നേതൃത്വം, അതിനൊരു പാർലമെന്റ് ബോർഡുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ബോർഡുണ്ട്. അവരൊക്കെ കൃത്യസമയത്ത് അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ആരും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് ആളുകളുടെ ഫോൺ വരുന്നുണ്ട്. അതൊക്കെ പാർട്ടിയുടെ നേതൃത്വമാണ്. ഇപ്പൊ എന്റെ തെരഞ്ഞെടുപ്പ് എന്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മത്സരരംഗത്ത് വരണോ, എന്താണ് പരിഗണിക്കേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിൽ പാർട്ടിയുടെ നേതൃത്വം എന്താണോ പറയുന്നത് അതാണ് എന്റെ തീരുമാനം.